ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം നൊസ്റ്റാൾജിക്കും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചക്കയടയുടെ റെസിപ്പിയാണ് ഇലയട. ഇലയടയുടെ ഉള്ളിൽ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചക്ക വരട്ടിയതാണ്. നമ്മുടെ ചാനലിലെ ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പി ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ചക്ക വരട്ടിയത് ഞാനന്ന് പറഞ്ഞതുപോലെ തന്നെ പലതരം വിഭവങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ചക്കയടയോ ചക്കപ്പുട്ടോ എന്ത് തരത്തിലുള്ള സ്വീറ്റ് ഡിഷസും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ചക്കപ്പായസം അങ്ങനെ പലതരത്തിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 3 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയും എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊരു മാവായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം അല്പാൽപ്പമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ എല്ലാ വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാവിൻ്റെ ഒരു പാകം തെറ്റിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് ഇതുപോലെ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയിലയും നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ ചിരകിയതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക വരട്ടിയതും നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഈ ചക്കയടയിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു വാഴയിലയുടെ കഷ്ണം എടുത്തിട്ട് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ ഒരു ഉരുള വെച്ച് കൈ ഒന്ന് നനച്ചിട്ട് പരത്തി കൊടുക്കുക. കൈ നനയ്ക്കാണ്ട് പരത്തി കഴിഞ്ഞാൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ കൈ നനച്ച് നമുക്ക് പരത്തി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 1 സ്പൂൺ ചക്ക വരട്ടിയത് ഒരു വശത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് തേങ്ങ ചിരകിയതും വയ്ക്കാം. ഇങ്ങനെ വെച്ച ശേഷം ഇത് വളരെ സാവധാനം ഒന്ന് മൂടിക്കൊടുക്കാം. ഈ രീതിയിലാണ് എല്ലാ ചക്കയടയും നമ്മൾ മടക്കിയെടുക്കാൻ പോകുന്നത്. ഇനി ഒരു സ്റ്റീമറോ ഇഡ്ഡലി പാത്രമോ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കാം. അതിന് മുകളിൽ സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം മടക്കി വെച്ചിരിക്കുന്ന ഇലയട ഓരോന്നായിട്ട് അതിൻ്റെ മേലിൽ അടുക്കി കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് സമയം ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇലയട നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ചക്ക വരട്ടിയതുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ചക്കയട പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ചക്ക വരട്ടിയത് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ശർക്കരയും തേങ്ങയും, അല്ലെങ്കിൽ പഴം, അല്ലെങ്കിൽ അവലും ശർക്കരയും തേങ്ങയും, അങ്ങനെ എന്തെങ്കിലും ഫില്ലിംഗ് കൊടുത്തിട്ടും ഈ ഇലയട പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.